കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കാനൊരുങ്ങി കോൺഗ്രസ് നേതൃത്വം. രാഷ്ട്രീയത്തിലില്ലാത്ത പൊതുസമ്മതരെ കളത്തിലിറക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ 24-നോട് പറഞ്ഞു. RMPയുമായി ഇക്കുറി തർക്കമുണ്ടാകില്ലെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം. 2 തവണ തുടർച്ചയായി കേരള ഭരണത്തിൽ നിന്നും ഇതാദ്യമായി പുറത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കരുതലോടെ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. മലബാറിൽ കൂടുതൽ സീറ്റുകളിൽ തദ്ദേശ വിജയം നേടുക എന്നതാണ് ഇതിൽ പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ കരുത്തുകാട്ടുകയാണ് ഈ തന്ത്രം. ഇതിൽ നിർണായകമായ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലയിലെ ഇടതു ശക്തി കേന്ദ്രങ്ങളാണ് UDF ലക്ഷ്യമിടുന്നത്. സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കി കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ 24-നോട് പറഞ്ഞു. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് നോമിനേഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നോമിനേഷൻ പത്രങ്ങളുടെ തലേദിവസമൊക്കെയാണ്. ഇവിടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. അട്രാക്റ്റീവ് സ്ഥാനാർത്ഥികളായിരിക്കും, സർപ്രൈസ് സ്ഥാനാർത്ഥികളുമായിരിക്കും. അതിലെല്ലാവരും ഉണ്ടാവും. പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ടാവും, കോഴിക്കോടിന് പ്രിയപ്പെട്ടവരായ അല്ലാത്തവരുണ്ടാവും. ഇത് കോൺഗ്രസിന്റെ പുതിയ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ കൃത്യമായ സൂചനയാണ്. വടകര മേഖലയിൽ ശക്തമായ RMP നല്ല സഖ്യകക്ഷിയായിരിക്കുമെന്നും മുൻപുള്ള തർക്കങ്ങളെല്ലാം ഇല്ലാതെ സീറ്റുകൾ വിട്ടു നൽകുമെന്നും പ്രവീൺകുമാർ 24-നോട് പറഞ്ഞു. RMPയുടെ കാര്യത്തിൽ UDFനും കോൺഗ്രസിനും തുറന്ന മനസ്സാണ്. അവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാവില്ല. ഒരുപക്ഷെ RMPയും UDFും ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകളോ പിഴവുകളോ മുമ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പഴുതുകളൊക്കെ അടക്കുന്ന രീതിയിലുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനവും ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഇത്തവണ ഉണ്ടാവുക. ഇത് UDFിൽ ഒരു ഘടകകക്ഷിയെ പോലെ RMP ഒപ്പമുണ്ടാകുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ഒഞ്ചിയം, ഏറാമല, ചോറോട് പഞ്ചായത്തുകൾ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമാണിത്. വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു അട്ടിമറി വിജയ നീക്കവും UDF കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ അത് അത്രമേൽ എളുപ്പമല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറച്ചിൽ നടത്തുന്നുമുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.